അപ്പോഴൊക്കെ നമുക്ക് പ്രത്യാശയായി എല്ലാ വിഷയത്തിലും മുന്നിലുണ്ടായിരുന്ന രണ്ടു മഹാന്മാരാണ്. ബഹുമാനപ്പെട്ട ചെറിയ പി ഉസ്താദ്, മറ്റൊരാൾ കാന്തപുര ഉസ്താദിൻ്റെ നിഴലായി ബഹുമാനപ്പെട്ട കട്ടിപ്പാറ ഉസ്താദ്. ആ രണ്ടുപേരുടെയും വിയോഗം ഉസ്താദിന് മനസ്സിൽ ഏൽപ്പിച്ചിട്ടുള്ള ആഘാതം വളരെ വലുതാണ്. ഒന്നും ചെയ്യാനില്ല, നമുക്കവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാതെ. നമുക്കവിടെയെല്ലാം അനുഭവപ്പെടുന്ന ശൂന്യത അള്ളാഹു നികത്തി തരുമാറാകട്ടെ. കട്ടിപ്പാറ ഉസ്താദ് പരാതികൾ വിശദമായി കേൾക്കുമായിരുന്നു. എത്ര അകന്നവരെയും കൂട്ടി യോജിപ്പിക്കുവാൻ ബഹുമാനപ്പെട്ടവർക്ക് കഴിയുമായിരുന്നു. രണ്ട് ഭാഗത്തു നിന്നും കേൾക്കേണ്ടതെല്ലാം കേട്ട് ഒരഭിപ്രായം പറഞ്ഞാൽ അത് കൃത്യമായിരുന്നു. ആ അഭിപ്രായം നടപ്പാക്കാനും അദ്ദേഹത്തിന് നല്ല ആജ്ഞാശക്തിയും തിണ്ണബലവും ഉണ്ടായിരുന്നു. കൊടുവള്ളിയിൽ ഒരു പ്രമാണി മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ വീതിക്കുന്നിടത്ത് പാടും മക്കളും അവകാശികളും വലിയ പ്രശ്നം ഉണ്ടായപ്പോൾ പലരും മസ്ലഹത്ത് പറഞ്ഞ് തീരുമാനമാകാതെ വന്നപ്പോൾ കട്ടിപ്പാറ ഉസ്താദ് വിശദമായി വിഷയം പഠിച്ചു. ഒടുവിലൊരു തീരുമാനം പറഞ്ഞു. ആ തീരുമാനം ഉൾക്കൊള്ളാൻ ഒരാൾ വിസമ്മതം കാണിച്ച് കാന്തപുര ഉസ്താദ് ഉള്ള സദസ്സിൽ ഇത്തിരി അവിവേകം പറഞ്ഞപ്പോൾ കട്ടിപ്പാറ ഉസ്താദ് ചീറി. ആരോട് എന്തും പറയും ഉസ്താദ് അവർകൾ. വലിയവരോട് ബഹുമാനത്തോടെയും ചിരിച്ചുമാണ് പറയാ. അല്ലാത്തവരോട് ഏത് കനത്തിലും തൂക്കത്തിലും പറയണം ഉസ്താദിന് അറിയാം. ഉസ്താദിന്റെ ഗൗരവത്തിലുള്ള ഇടപെടൽ. ആ സദസ്സിൽ അനാവശ്യം പറഞ്ഞവനെ കട്ടിപ്പാറ ഉസ്താദ് പൊക്കി കാന്തപുരം ഉസ്താദിന്റെ കാലു പിടിപ്പിച്ചു അയാളെ കൊണ്ട്. എല്ലാവരും ഞെട്ടിപ്പോയി. ആരോടും ഒന്നും സ്വീകരിക്കാത്ത, ഒരാളുടെയും ഔദാര്യം ഒരിക്കലും കൈപ്പറ്റാത്ത, ബോധ്യമുള്ള കാര്യത്തിന് വേണ്ടി എത്ര കടന്നും സംസാരിക്കുന്ന ഉസ്താദിന്റെ ശൈലി. അതോടുകൂടി ആ പ്രശ്നം എന്നേക്കുമായി പരിഹരിക്കപ്പെടുകയും മറ്റാരെങ്കിലുമൊക്കെ അപസ്വരങ്ങൾ ഉയർത്തുന്നത് കട്ടിപ്പാറ ഉസ്താദ് നന്ന രൂപത്തിൽ സുന്ദരമായി തടയുകയും ചെയ്തപ്പോൾ ഒരു കൊല്ലത്തെ ഇബാദത്തിന് സമാനമാണ് രണ്ടാളുകൾ തമ്മിൽ സുൽഹുണ്ടാക്കൽ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ആ ഉത്തരവാദിത്വമൊക്കെ നിർവഹിച്ചതാണ് ഉസ്താദ് അവരുടെ വലിയ ഒരു പ്രത്യേകത. നല്ല വാഴു പറയുന്ന ഒരാളായിരുന്നു കട്ടിപ്പാറ ഉസ്താദ്. നമ്മൾ എല്ലാവരുമൊന്നും അത് അനുഭവിച്ചിട്ടുണ്ടാവില്ല. ഇടക്കാലത്ത് എപ്പോഴോ സിഹറ് പറ്റി പ്രസംഗരംഗത്ത് അദ്ദേഹം കുറച്ച് വിശ്രമിക്കേണ്ടി വന്നു. പിന്നെ അപ്ഡേഷൻ പുതിയ തലമുറ ഏറ്റെടുത്തു. അവിടെയാണ് ആ വലിയ പ്രഭാഷകനെ നമുക്ക് അങ്ങനെയെന്ന് ആസ്വദിക്കാൻ കഴിയാതെ വന്നത്. ഉസ്താദ് അവരുടെ വാഹനത്തെയൊക്കെ ചില പ്രവർത്തകരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. ഇയാൾ എന്തിനാണ് ഇങ്ങനെ വാഹനത്തിൽ സഞ്ചരിക്കുന്നത് എന്നൊക്കെ. കുടിയേറിയ കട്ടിപ്പാറ പ്രദേശത്ത് വികസനം വരുന്നതിനു മുമ്പ് വളരെ ദൂരം നടന്ന് പാതിരാ നേരത്ത് കൂരിരുട്ടത്തൊക്കെ അങ്ങനെയൊക്കെ സഞ്ചരിച്ച ഒരു 10-25 കൊല്ലം ഉസ്താദ് അവർക്ക് ഇന്നലകളിൽ കഴിഞ്ഞുപോയിട്ടുണ്ടായിരുന്നു. അതെല്ലാം പ്രസ്ഥാനത്തിനു വേണ്ടി അദ്ദേഹം സഹിച്ച ത്യാഗങ്ങളുടെ ബാക്കി മാത്രമാണ്. ആ വലിയ വ്യക്തിയെ ഉൾക്കൊള്ളുമ്പോഴാണ് ശരിക്കും നമുക്ക് അത്തരം കാര്യങ്ങളുടെയൊക്കെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുക. ഞാനതൊന്നും ഇവിടെ ആവർത്തിക്കുന്നില്ല. എ പി ഉസ്താദിന് ഇത്രമേൽ പ്രിയപ്പെട്ട ഒരു പണ്ഡിത സുഹൃത്ത് വേറെ ഉണ്ടായിരുന്നില്ല. വടകര മുഹമ്മദ് ഹാജി തങ്ങൾ ഔലിയാക്കളിൽ പ്രമുഖനാണ്. CM വലിയുള്ളാന്റെ കൂടി ഗുരുവാണ്. അദ്ദേഹത്തിന് ഇത്രമേൽ ഇഷ്ടപ്പെട്ടൊരു പ്രഭാഷകൻ വേറെ ഉണ്ടായിരുന്നില്ല.
ഊറ്റമ്പാറ ഉസ്താദൊക്കെ കട്ടിപ്പാറ ഉസ്താദിൻ്റെ ആദ്യകാല ദർസിൽ നിന്ന് രൂപപ്പെട്ടു വന്ന നല്ല ഒരു പ്രതിഭയാണ്. അങ്ങനെ പലരും. അവസാനം യാസീൻ എല്ലാവരും ഓതുന്നു. കുറച്ചൊക്കെ കട്ടിപ്പാറ ഉസ്താദിൻ്റെ ചുണ്ടുകളും ചലിക്കുന്നു. ഒടുവില യാസീൻ തീരുമ്പോഴാണ് അവർ ഷഹാദത്തിന്റെ കലിമ കേട്ടതും ആ ചാപ്റ്റർ അവിടെ അവസാനിച്ചതും. ഹുസ്നുൽ ആഖിബത്ത്, അന്ത്യം പ്രശോഭിതമായിരിക്കുക വല്ലാത്ത ഒരു സാഫല്യമാണ്, നേട്ടമാണ്. പടച്ചോ നമ്മളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഹ്മദുൽ കബീർ അർ-റിഫാഇയുടെ ആണ്ടിന്റെ ദിവസം അഹ്മദ് കുട്ടി അല്ലെങ്കിൽ അഹ്മദു സ്വഗീർ എന്ന് പറയുന്ന ഈ ഗുരുവിൻ്റെയും വിയോഗം നിറഞ്ഞു നിന്ന ഒരു പ്രബോധക ജീവിതത്തിൻ്റെ പരിസമാപ്തി. അതാണ് ആ ജീവിതത്തെ അവസാനം വിലയിരുത്തുമ്പോൾ നമുക്ക് പറയാനുള്ളത്. അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്തു തീർത്ത ആ ഗുരുവിനെ ഈ സമയത്ത് വേദനയോടെ ഓർക്കുന്നു. ഞാൻ ഇന്ന് നടത്തുന്ന ചില ദർസുകളൊക്കെ കട്ടിപ്പാറ ഉസ്താദിൻ്റെ പകരമായി എൻ്റെ പേരിൽ രേഖപ്പെടുത്തപ്പെട്ടവയാണ്. ഇക്കൊല്ലം ഒരിക്കൽ പോലും ആ ക്ലാസ്സിന് ഉസ്താദിന് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. എനിക്ക് എന്ന് ദർസിലേക്ക് മടങ്ങി വരാൻ കഴിയും എന്ന് ചോദിക്കുന്ന ആ ചോദ്യം ഇപ്പോഴും ഇങ്ങനെ മനസ്സിൽ മുഴങ്ങുന്നു. വഫാത്തിൻ്റെ ഒരാഴ്ച മുമ്പോ അല്ലെങ്കിൽ 10 ദിവസം മുമ്പോ മുഴുവൻ നാട്ടുകാരെയും ഒരു മജ്‌ലിസിൽ വിളിച്ചു ചേർത്ത് അവരോടെല്ലാം നല്ല രൂപത്തിൽ വിട പറഞ്ഞ ആ വലിയ മനുഷ്യൻ്റെ നല്ല ഇടപെടലുകളും ജീവിതാനുഭവങ്ങളും പൊതുപ്രവർത്തകർക്കെല്ലാം മാതൃകയാണ്. സ്വാലിഹ് തുറാബ് തങ്ങളെപ്പോലെ ധാരാളം ശിഷ്യന്മാർ ആ ഗുരുവിനെ എന്നുമെന്നും സ്മരിക്കും. അങ്ങനെ ആ വലിയ ജീവിതത്തിൻ്റെ വെളിച്ചം നമ്മളിലും നിലനിൽക്കും എന്ന് നമ്മൾ ഇവിടെ പ്രത്യാശിക്കുന്നു. സ്വർഗലോകത്ത് അവരെയൊക്കെ മുസാഫഹത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.